ഹായ്, ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ബാങ്കോക്കിലുള്ള ടെർമിനൽ 21 എന്ന് പറയുന്ന ഷോപ്പിംഗ് മോളിലാണേ. അപ്പോൾ ഇവിടെ ഉള്ളൊരു കട നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്, അതായത് ആൻറ്റിയനി എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇത് ബേസിക്കലി ഒരു സ്നാക്ക് ഷോപ്പാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ബേക്കറി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ബേക്ക്ഡ് ബ്രെഡ്സ് സെല്ല് ചെയ്യുന്ന ഒരു കടയാണ്. ഈ ഒരു കടയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ കാരണം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തായ്ലൻഡിൽ വരുന്ന സമയത്ത് ഈ കട കണ്ടാലും ഒരു പക്ഷേ കയറത്തില്ലായിരിക്കും. കാരണം അവിടെ ഭയങ്കര പ്രൈസാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ എന്താ കിട്ടുകയെന്ന് അറിയാത്തതുകൊണ്ടോ നിങ്ങൾ കയറാൻ ചാൻസ് ഇല്ല. പക്ഷേങ്കിലും അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ട് ഈ ഒരു കട മിസ് ചെയ്യരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഐറ്റംസ്, ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കിട്ടുന്ന എല്ലാം ബേക്ക്ഡ് ബ്രെഡാണ്. അത് പല ഫോമിലും പല ഷേപ്പിലും ഒക്കെ നമുക്ക് കിട്ടും. ആൻഡ് അതിന് പല ടോപ്പിങ്സും പല ഫില്ലിങ്സും ഒക്കെ ഉണ്ട്. ഇവരുടെ മെയിൻ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറയുന്നത് ഇവരുടെ പ്രെറ്റ്സൽസ് ആണ്. അതായത് ഈ ലെഫ്റ്റ് എൻഡിലിരിക്കുന്ന സാധനം, അതായത് ഒരു നോട്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു കെട്ടിട്ട ഷേപ്പിൽ ഒരു മാവ് ബേക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന ആ ഒരു സ്നാക്ക് ഐറ്റം, അതിനാണ് പ്രെറ്റ്സൽസ് എന്ന് പറയുക. ഈ ഇരിക്കുന്ന വലിയ സാധനം അതാണ് പ്രെറ്റ്സൽസ്. ഓക്കെ, അത് തന്നെ പല ടോപ്പിങ്സ് അവർ കൊടുക്കുന്നുണ്ട്. അതായത് സിന്നമൺ ഷുഗർ ഇട്ട് തരും, അല്ലാന്നുണ്ടെങ്കിൽ ആൽമണ്ട് ക്രഞ്ച് ഇട്ട് തരും, പിന്നെ ഫില്ലിങ്സ് പലതരം ഉണ്ട്. ഈവൻ പിസ്സയുടെ ടോപ്പിങ്സ് വരെ ഇതിനുണ്ട്. അപ്പോൾ ലൈക്ക് ഇത് കണ്ടോ, ഈ ഒരു പ്രൈസ് ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് മനസ്സിലാവും. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, അതായത് ഒരു പ്രെറ്റ്സൽ വാങ്ങാനുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 40 തായ് ബാട്ടേ ഉള്ളൂ. അതായത് ലൈക്ക് അറൗണ്ട് 100 ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഈ നാട്ടിലെ ബേക്കറിയിൽ നിന്നൊക്കെ പപ്സ് വാങ്ങിക്കത്തില്ലേ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റിയ വളരെ ചീപ്പായിട്ടുള്ള എന്നാൽ വളരെ യമ്മി ആയിട്ടുള്ള ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഞാനിത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ ഇഫ് യു ലൈക്ക്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് ചോക്ലേറ്റ് ആൽമണ്ട് ബോൾസ് ആണ് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ കണ്ടോ, ഇവർ ഈ കടയുടെ മുന്നിൽ അവരുടെ വേറെ പ്രൊഡക്ട്സ് ഒക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഗമ്മീസ്, പിന്നെ പാക്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കാണുന്ന കണ്ണാടിക്കൂടിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്തു. ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തത് ചോക്ലേറ്റ് ആൽമണ്ട് ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ അതാന്ന് തോന്നുന്നു ഇവരുണ്ടാക്കുന്നത്. നോക്കാം, ഇവിടെ മാവ് വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ബേസ് ഈ മാവ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ പിന്നെ ടോപ്പിങ്സിലും ഫില്ലിങ്സിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസമുള്ളൂ. സംഭവം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ ചോക്കോ ബോൾസിന് വേണ്ടിയിട്ടാണ് മാവ് കണ്ടോ, ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് അവരെടുക്കുന്നുണ്ട്. ഈ ചോക്കോ ബോൾസ് ഒരു ഓർഡറിനകത്ത് 6 പീസസ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇവർ ഈ 6 ബോൾസ് ആയിട്ട് എടുക്കുന്നത്. ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അവർ അതിനെ പരത്തി അതിനകത്ത് ആ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അതെടുത്ത് വെക്കും. എന്നിട്ട് പിന്നെ അതിനെ എന്തോ വെള്ളത്തിൽ വാഷൊക്കെ ചെയ്തിട്ടാണ് ഇവർ ബേക്ക് ചെയ്യുന്നത്. അത് എന്ത് വെള്ളമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് എന്തോ ഒരു വെള്ളത്തിൽ ഇവർ ഡിപ്പ് ചെയ്തിട്ടൊക്കെയാണ് ബേക്കിംഗ് ട്രേയിൽ വെച്ച് പിന്നെ അതിനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് എന്തൊക്കെയോ കോട്ടിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്. പക്ഷേ എന്തൊക്കെയോ കുറേ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണേലും കഴിക്കാൻ ഭയങ്കര യമ്മയാണ് കേട്ടോ. കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം എടുത്തു. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ആൽമണ്ട് ബോൾസ്. നല്ല ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്തുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഭയങ്കര യമ്മിയാണ്. ഇതിൻ്റെ പുറത്ത് ഈ തരി പോലെ കാണുന്നില്ല, അത് ആൽമണ്ട്സ് ആണ് കേട്ടോ. ആ ആൽമണ്ട്സ് തന്നെ ഭയങ്കര ക്രഞ്ചിയാണ്. അവരത് എന്ത് ചെയ്യുന്നത്, റോസ്റ്റഡ് ആണോ എന്തോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ ആൽമണ്ട്സ് തന്നെ ഭയങ്കര ഒരു ക്രഞ്ചുണ്ട് അതിന്. പിന്നെ അകത്ത് ആ ഫില്ലിങ്സ് ഉണ്ടോ അതെല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു ചോക്ലേറ്റ് ലവറാണ്, സോ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഇത്. ഇനി നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ
സേവറി ഫ്ലേവറിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനമൺ ഷുഗർ ഇട്ടിട്ട് ബ്രെഡ് സ്റ്റിക്സ് കിട്ടും, അല്ലെങ്കിൽ പ്രെറ്റ്സൽ വിത്ത് സിനമൺ ഷുഗർ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് ആൽമണ്ട് കോട്ടിംഗ് മാത്രം വെച്ചിട്ട് നമുക്ക് ബ്രെഡ് സ്റ്റിക്സും പ്രെറ്റ്സൽസും ഒക്കെ കിട്ടും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്, നമ്മുടെ താല്പര്യം അനുസരിച്ച് ചൂസ് ചെയ്യുക. ഞാനിവിടെ നിന്ന് ഈ സിനമൺ ഷുഗർ ട്രൈ ചെയ്തിട്ടുണ്ട്, ആൽമണ്ട് കോട്ടിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ ചോക്കോ ബോൾസും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും ട്രൈ ചെയ്തിട്ടുണ്ട്. മൂന്നും ഈക്വലി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ഇതാണ് വാങ്ങിച്ചത്. അല്ല, ഇത് ഞാൻ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കണ്ടോ. ഇതിനകത്ത് ഞാൻ വാങ്ങിച്ചിരുന്നത് ബ്രെഡ് സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിയാത്തവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ഒരു ഷോപ്പ് തായ്ലൻഡിൽ മാത്രമല്ല കേട്ടോ, വേറെ ഒത്തിരി കൺട്രീസിൽ അവൈലബിൾ ആണ്. ലൈക്ക് മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, ഹോങ്കോങ്, ഈവൻ UK യിലൊക്കെ ഉണ്ട്.